ഒക്ടോബർ 7 ആക്രമണത്തെ ചൊല്ലി വീണ്ടും നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായിരിക്കുകയാണ് ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ്. ആക്രമണത്തിൽ സ്റ്റേറ്റ് കമ്മീഷൻ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലീനം ചർച്ചയിലായിരുന്നു സംഭവം. ചർച്ച കാണാനെത്തിയ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ സുരക്ഷാ ഗാർഡ് കയ്യേറ്റം ചെയ്യുകയും നിലത്തിട്ട് വലിച്ചിഴയ്ക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം സന്ദർശക ഗാലറിയിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കാനും ശ്രമമുണ്ടായി. ഇതിനിടെ പാർലമെന്റിൽ സംസാരിക്കാൻ എണീറ്റ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂക്കുവിളികളോടെയും പ്രതിഷേധത്തോടെയുമാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നേരിട്ടത്. ഇസ്രായേൽ പ്രതിപക്ഷമാണ് തിങ്കളാഴ്ച പ്ലീനം ചർച്ച വിളിച്ചു ചേർത്തത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ സ്റ്റേറ്റ് കമ്മീഷൻ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് പ്ലീനത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം. ഇതിനെ തുടക്കം മുതൽ നെതന്യാഹു ശക്തമായി എതിർക്കുന്നുണ്ട്. നിയമപരമായി പ്ലീനത്തിൽ പങ്കെടുക്കാൻ ബാധ്യസ്ഥനായതിനാൽ നെതന്യാഹുവും ചർച്ചയ്ക്കെത്തിയിരുന്നുവെന്നു മാത്രം. ബന്ദികളുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ബലം പ്രയോഗിച്ച് സഭയിൽ നിന്ന് പുറത്താക്കാൻ സുരക്ഷാ ഗാർഡ് നീക്കം നടത്തിയതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ഇവർ സന്ദർശക ഗാലറിയിലേക്ക് കയറുന്നതിനിടെയായിരുന്നു സംഭവം. സുരക്ഷാ ഗാർഡിന്റെ നീക്കത്തിൽ കുടുംബങ്ങൾ പ്രതിഷേധമുയർത്തി. ഇതോടെ ഇവരെ കയ്യേറ്റം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്തു. നിലത്ത് വീണവരെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെയും ആക്രമണം തുടരുകയായിരുന്നു. നടപടിയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചർച്ച ആരംഭിക്കും മുൻപ് ബന്ദി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ഒക്ടോബർ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നെസറ്റിൽ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിൽ സ്റ്റേറ്റ് കമ്മീഷൻ തലത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. നോവ മ്യൂസിക് ഫെസ്റ്റിവലിലെ ഹമാസ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട താലി ബിനറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം വേണമെന്ന് അവർ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പരാജയങ്ങൾ തിരിച്ചറിഞ്ഞാലേ തിരുത്തി മുന്നോട്ട് പോകാനാകൂ. അടുത്ത ദുരന്തം തൊട്ടു മുൻപിൽ നിൽക്കുകയാണെന്നും താലി പറഞ്ഞിരുന്നു. ബന്ദി കുടുംബങ്ങളുടെ നിരന്തര ആവശ്യത്തിനിടയിലും സ്റ്റേറ്റ് കമ്മീഷൻ വെക്കാനാകില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് നെതന്യാഹു പാർലമെന്റിൽ ചെയ്തത്. ഇസ്രായേലിലെ ഏറ്റവും ശക്തമായ അന്വേഷണ സമിതിയാണ് സ്റ്റേറ്റ് കമ്മീഷൻ. സാക്ഷികളെ വിസ്തരിക്കാനുള്ള അധികാരവും ഈ സമിതിക്കുണ്ട്. ഇത്തരമൊരു കമ്മീഷൻ ഒക്ടോബർ 7 സംഭവങ്ങളിൽ അന്വേഷണം നടത്തിയാൽ നെതന്യാഹുവിന് വലിയ ക്ഷീണമാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു കമ്മീഷനിൽ ശക്തമായ എതിർപ്പും തുടരുന്നത്. നെതന്യാഹു പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ കൂക്കുവിളികളോടെയാണ് ബന്ദികളുടെ കുടുംബങ്ങൾ നേരിട്ടത്. പ്രസംഗത്തിലുടനീളം സന്ദർശക ഗാലറിയിൽ മിക്കവരും പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പലരും ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചു. ബഹളങ്ങൾക്കിടയിൽ ചുവന്നു തുടുത്ത മുഖത്തോടെയും രോഷം പരസ്യമാക്കിയുമായിരുന്നു നെതന്യാഹു പ്രസംഗം തുടർന്നതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് കമ്മീഷന്റെ അന്വേഷണം ഏകപക്ഷീയമാകുമെന്നാണ് നെതന്യാഹു പ്ലീനം ചർച്ചയിൽ വാദിച്ചത്. നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളായിരിക്കും സമിതി കണ്ടെത്തലായി അവതരിപ്പിക്കുക. ഒക്ടോബർ 7 സംഭവവികാസങ്ങളെക്കുറിച്ചും അതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അന്വേഷണം പ്രധാനമാണ്. എന്നാൽ രാഷ്ട്രത്തിന്റെ വിശ്വാസം ആർജിച്ചാവണം അത്. ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെയും അത്തരം അന്വേഷണം നടക്കണമെന്നും അത് നിഷ്പക്ഷവും സ്വതന്ത്രവുമാകണമെന്നും നെതന്യാഹു അവകാശപ്പെടുന്നു. നെതന്യാഹുവിന്റെ പ്രസംഗത്തിൽ ബന്ദികൾക്ക് പുറമെ പ്രതിപക്ഷവും നിരന്തരം ഇടപെടുകയും പ്രതിഷേധമുയർത്തുകയും ചെയ്തിരുന്നു. ഇതോടെ പല അംഗങ്ങളെയും സഭയിൽ നിന്ന് പുറത്താക്കി. ശത്രുക്കൾ തനിക്കെതിരെ നിന്ദ്യവും സാങ്കല്പികവുമായ പ്രചാരണം നടത്തുകയാണെന്നും ഇതിനായി ബന്ദികളുടെ കുടുംബങ്ങളെ കൂട്ടുപിടിക്കുകയാണെന്നും നെതന്യാഹു ആരോപിക്കുന്നു. ഇസ്രായേൽ ശത്രുക്കളോട് പോരാടുമ്പോൾ തന്നെ ദേശീയ കപ്പലിൽ തുരങ്കം വയ്ക്കുന്നവരെയും നേരിടേണ്ട സ്ഥിതിയാണെന്നും പ്രതിപക്ഷത്തെയും ബന്ദികളുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ട് അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞു. സ്പീക്കർ അമീർ റൊഹാനിയായിരുന്നു തുടക്കത്തിൽ ബന്ദികളുടെ കുടുംബങ്ങളെ സന്ദർശക ഗാലറിയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചത്. പ്ലീനത്തിൽ പ്രതിഷേധം അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. പിന്നീട് പ്രതിഷേധത്തിനൊടുവിലാണ് പ്രവേശനം അനുവദിച്ചത്. മോചിതനായ യാർദൻ ബിബാസിന്റെ കത്ത് സഭയിൽ നാഷണൽ യൂണിറ്റി MP ചിലി ട്രോപ്പർ വായിച്ചു കേൾപ്പിച്ചു. ഗസയിൽ ബന്ദിയായിരിക്കെ യാർദന്റെ ഭാര്യ ഷിരി ബിബാസും മക്കളായ ഏരിയലും കിഫറും കൊല്ലപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തായിരുന്നു യുവാവിന്റെ കത്ത്. ഒക്ടോബർ 7 ആക്രമണത്തിന് നെതന്യാഹുവും സർക്കാരും ഇനിയും ഉത്തരവാദിത്തം ഏറ്റിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്തെ പൗരന്മാരും ചില രാഷ്ട്രീയക്കാരും സർക്കാരിലെ തന്നെ ചില അംഗങ്ങളും മാപ്പു പറയുകയും ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ ഉൾപ്പെടെ രാജ്യത്തെ 83% പൗരന്മാരും സ്റ്റേറ്റ് കമ്മീഷൻ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടെന്നും യാർദൻ കത്തിൽ പറഞ്ഞിരുന്നു. നിറോസിലെ തന്റെ വീട് സന്ദർശിക്കാൻ നെതന്യാഹുവിനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് യുവാവ്. പൂർണ്ണരൂപം സഭയിൽ വായിച്ചു കേൾപ്പിച്ച ശേഷം MP കത്ത് നെതന്യാഹുവിന് കൈമാറാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. തുടർന്ന് പ്രധാനമന്ത്രിയുടെ മുന്നിലെ പോഡിയത്തിൽ വെച്ച് മടങ്ങുകയായിരുന്നു. നാഷണൽ യൂണിറ്റി പാർട്ടി ചെയർമാൻ ബെന്നി ഗാൻസ് ഒക്ടോബർ 7 കൊല്ലപ്പെട്ട മാപ്പൽ ആദമിന്റെ സഹോദരന്റെ കത്തും സഭയിൽ വായിച്ചു കേൾപ്പിച്ചു. കൂടാതെ മുൻ പ്രധാനമന്ത്രി നെഫ്താലി ബെനറ്റ് നെതന്യാഹുവിന്റെ രാജി ആവശ്യമുയർത്തുകയും ചെയ്തിരുന്നു.